ഇന്നലെയാണ് ചുണ്ടേൽ അമ്മാറ റോഡിൽ ഥാർ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവറായ നവാസ് മരിക്കുന്നത്. ഥാർ ജീപ്പ് ഓടിച്ചിരുന്നത് സുമിൽ ഷാദ്. ഇയാളുടെ ഹോട്ടലും നവാസിന്റെ സ്റ്റേഷനറി കടയും ചുണ്ടേലിൽ ദേശീയപാതയുടെ ഇരുവശത്തുമാണ്. ഇരുവരും തമ്മിൽ വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇവിടെ ഇവരുമായിട്ട് എന്തൊരു ചെറിയ പ്രശ്നം നടന്നിട്ട് എന്താണ് ആ വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. പ്ലാൻ ചെയ്ത് അവനെ വിളിച്ചു വരുത്തി ചെയ്ത ഇതാണ്, ആക്സിഡന്റ് മർഡറാണ്. അപ്പം ഇതിന് പിന്നെ ദൃക്സാക്ഷിയുണ്ട്. കറക്റ്റ് ഇത് മാനേജർ വണ്ടിയാണെന്ന് പ്രതീക്ഷിച്ച് ഫാക്ടറി ജീവനക്കാർ ഇത് ശ്രദ്ധിച്ചു നിൽക്കുന്ന സമയത്താണ് ഇവന്റെ വണ്ടിയിലേക്ക് ഇത് ഇടിച്ച് കയറ്റിയിട്ടുള്ളത്. സുമിൽ ഷാദ് ചുണ്ടേലിൽ ഏറെ നേരം കാത്തുനിൽക്കുകയും ഫോൺ വന്നപ്പോൾ പെട്ടെന്ന് എടുത്തു പോവുകയും ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഞാൻ ഈ പേപ്പർ വായിച്ചിരിക്കുമ്പോൾ ഈ വണ്ടി തൊട്ട് മുന്നിൽ കിടക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ സീറ്റിൽ കൈ വെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പുതിയ വണ്ടി ആയതുകൊണ്ട് ഇതെല്ലാം ടയറും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. എവിടുന്ന് ഒരു കോൾ വന്ന പോലെ പെട്ടെന്ന് എണീറ്റ് പോകുന്നത്. അപ്പം ഞാൻ പേപ്പർ വായിച്ചിരുമ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോയി. 600 മീറ്ററിനുള്ളിൽ ഞാൻ പുറകിൽ വരുമ്പോഴേക്കും അവിടെ അടി കഴിഞ്ഞു. ഇപ്പം ഫോൺ ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ വെച്ച് വേറെ ആളെ വണ്ടി വിളിക്കാന്ന്. അപ്പോൾ പോൻ നവാസ് കമന്ന് ചെളിയിൽ കിടക്കുന്നുണ്ട് വണ്ടിയിൽ. ഇതിനുശേഷമാണ് അപകടമുണ്ടാകുന്നത്. ഇരു വാഹനങ്ങൾക്കും 100 മീറ്ററോളം ദൂരക്കാഴ്ച കിട്ടുന്ന സ്ഥലത്തെ അപകടം ദുരൂഹമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ്, ഒരു കയറ്റമാണ് ആ പ്രദേശം എന്ന് പറയുന്നത്. ആ പ്രദേശത്തിനകത്ത് ഓവർ സ്പീഡിനകത്ത് വരേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കൃത്യമായിട്ട് ദൂരെ നിന്നുള്ള വണ്ടികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സുമിൽ ഷാദ പോലീസ് നിരീക്ഷണത്തിലാണ്. നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. ബന്ധുക്കളുടെ ആരോപണം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ രാവിലെ 9 മണി തൊട്ടിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പോലീസ് പറഞ്ഞത്, ആദ്യം അവിടുത്തെ SI പറഞ്ഞ വെച്ചാൽ അരമണിക്കൂർ കൊണ്ട് അവിടുത്തെ ഇൻക്വസ്റ്റ് നടത്തി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് ഞങ്ങൾക്ക് ഇൻക്വസ്റ്റ് എല്ലാം പൂർത്തിയാച്ച് 2:30 മണിക്കാണ്. അതിലും പോലീസിന് ചെറിയ അനാസ്ഥയിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ വ്യക്തമായ തെളിവ് തരണം. നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇവർ പറയുന്നത് നമ്മൾ തെളിവ് ഉണ്ടാക്കണം എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പോലീസുകാർ പറയുന്നത് ഞങ്ങൾക്ക് തെളിവ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? എന്നാൽ പോലീസിന് പണി ഞങ്ങൾ ഏൽപ്പിച്ചാൽ പോരെ. നവാസിന്റെ മൃതദേഹം ഖബറടക്കി. പ്രകോപിതരായ നാട്ടുകാർ സുമിൽ ഷാദിന്റെ ഹോട്ടൽ അടിച്ചു തകർത്തു. മാതൃഭൂമി ന്യൂസ്, വയനാട്.